അസ്സലാമലൈക്കും. 10 മാസക്കാലം പ്രയാസങ്ങൾ സഹിച്ച് ഗർഭം ചുമന്ന് നൊന്ത് പ്രസവിച്ച പ്രിയപ്പെട്ട മാതാവിൻ്റെ തലയ്ക്ക് കത്തി കൊണ്ട് കുത്തിയാഴ്ത്തുന്ന ലഹരി. അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി കഷ്ടപ്പെട്ട് കുടുംബം പോറ്റിയ പ്രിയപ്പെട്ട പിതാവിൻ്റെ നെഞ്ചത്തേക്ക് കത്തിയാഴ്ത്തുന്ന ലഹരി. അമ്മയെയും പെങ്ങളെയും അന്യപെണ്ണുങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണുള്ള ലഹരി. അല്പം അകത്ത് ചെന്നു കഴിഞ്ഞാൽ മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന ചൈതികൾ കാട്ടിക്കൂട്ടുന്ന ലഹരി. അതെ, ഈ ലഹരിയെ പറ്റിയാണ് 1400 ആണ്ടുകൾക്ക് മുമ്പ് ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എല്ലാ ലഹരി പദാർത്ഥങ്ങളും നിഷിദ്ധമാണ്, അത് സകല തിന്മയുടെയും താക്കോലാണ് എന്ന്. ലാ യശ്റബിൽ ഖംർ ഫൈനഹ മിഫ്താഹു കുല്ലി ശർ. നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, അത് സകല തിന്മയുടെയും താക്കോലാണ് എന്ന് 1400 ആണ്ടുകൾക്ക് മുമ്പ് അവിടെ നിന്ന് ഉച്ചസ്ഥിരം പ്രഖ്യാപിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് മദ്യവും മദിരാക്ഷിയും അതുപോലെ മയക്കുമരുന്നുകളും പിടിമുടുക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട നമ്മുടെ മക്കളും അതുപോലെ യുവാക്കളുമാണ് ഈ ഗർത്തത്തിൽ ഏറെ അകപ്പെട്ടിട്ടുള്ളത്. മയക്കുമരുന്ന് കേസുകൾ ഈയിടെയായി വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. MDMA ആണത്രേ ഇതിൽ ഏറ്റവും വില്ലനായിട്ട് ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത്. പല മയക്കുമരുന്നുകളും സിറിഞ്ചിലാക്കി ശരീരത്തിലേക്ക് കുത്തിവെക്കുന്ന ഏർപ്പാടുകൾ ഇന്ന് കുറവല്ല, വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ചില മെഡിക്കൽ ഷോപ്പ് വൃത്തങ്ങളടക്കം വ്യക്തമാക്കുകയാണ്. ഹോസ്പിറ്റലുകളും നഴ്സുമാരും ചില പ്രത്യേക ആളുകളും മാത്രമായിരുന്നു ഒരു സമയത്ത് സിറിഞ്ചുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് യുവാക്കളും കുട്ടികളുമാണത്രേ വളരെയധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരത്തിലെ ഒരു വലിയ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ബൾക്കായി സിറിഞ്ച് വാങ്ങുന്ന ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ പിടികൂടുകയുണ്ടായി. അതെ, തൊണ്ടി സഹിതം പിടികൂടിയ അന്യ സംസ്ഥാനക്കാരനോട് പോലീസ് ചോദിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ വിവരമാണ് ഈ MDMAയോടുകൂടെ അല്ലെങ്കിൽ മയക്കുമരുന്നുകളോടൊപ്പം തന്നെ സിറിഞ്ച് കൂടി വിതരണം ചെയ്ത് ഇത് ഉപഭോക്താക്കൾക്ക് ഏറെ സൗകര്യമെടുത്തുന്നതായിട്ടാണ് അവരിൽ നിന്ന് കിട്ടിയ വാർത്ത. മയക്കം ലഭിക്കുന്ന ഗുളികകളും മരുന്നുകളുമൊക്കെ വൻതോതിൽ വാങ്ങിക്കൂട്ടുന്നവരെ കയ്യോടെ പിടികൂടാൻ ഒരുപാട് സ്ക്വാഡുകളും സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അത് വേണ്ടതുപോലെ ആവുന്നില്ല എന്നുള്ള ആക്ഷേപം ധാരാളമായിട്ട് ഉയർന്നിട്ടുണ്ട്. ഡോക്ടേഴ്സിൻ്റെ കുറിപ്പടികളില്ലാതെ, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും തന്നെ മെഡിക്കൽ ഷോപ്പുകാർക്ക് മരുന്ന് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വളരെയധികം വ്യവസ്ഥാപിതമായ കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മാഫിയകളും ഇങ്ങനെ ഇതിനു വേണ്ടി മരുന്ന് കഴിക്കുന്നവരുടെ പ്രിസ്ക്രിപ്ഷൻ ശേഖരിക്കുകയും അങ്ങനെ അത് വെച്ച് ധാരാളം മരുന്നുകൾ വാങ്ങിക്കൂട്ടി ഇത് ദുരുപയോഗം നടത്തുന്ന കേസുകളും എമ്പാടും പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ലഹരി ഉപയോഗത്തെ ഇല്ലായ്മ ചെയ്യാനും നാട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുപോകാനും ധാരാളം മാർഗങ്ങൾ നാം കാണേണ്ടതുണ്ട്. വളരെ ഫലപ്രദമായ മാർഗങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുന്നില്ലെങ്കിൽ ഇതൊരിക്കലും തന്നെ എവിടെയും എത്തില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വളരെ സ്വാഗതാർഹമാണ്. അദ്ദേഹം പറഞ്ഞു, വരുന്ന പാഠ്യപദ്ധതികളിൽ ലഹരിക്കെതിരെയുള്ള പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ലഹരിയിൽ പിടിക്കപ്പെടുന്ന കുഞ്ഞാവട്ടെ വലിയവനാവട്ടെ ആണാവട്ടെ പെണ്ണാവട്ടെ ആരെയും മുഖം നോക്കാതെ ശിക്ഷിക്കുന്ന വ്യവസ്ഥയും കൃത്യമായി നടപ്പിലാക്കപ്പെടണം. കൂടാതെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും തന്നെ കൃത്യമായ ഉപദേശങ്ങളും അതുപോലെ കൗൺസിലിങ്ങും നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ലഹരി ഉപയോഗിച്ചാലുള്ള മാനസിക ശാരീരികമായ അപകടങ്ങളും അതിൽ പിടിക്കപ്പെട്ടാലുള്ള ഗുരുതരമായ തെറ്റും അതുപോലെ അതിനനുഭവിക്കുന്ന ശിക്ഷകളെയും സംബന്ധിച്ചൊക്കെ വളരെ കൃത്യമായ ക്യാമ്പയിൻ എല്ലായിടത്തും നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യണം. മദ്യവിമുക്ത രാജ്യത്തിനായി, മദ്യവിമുക്ത ലോകത്തിനായി നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.